ബഹുമാനീയ ദേവനാരായണൻ, മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയമുള്ളവർ, ഞാൻ കൂടുതൽ എത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. സ്കൂൾ ഈ വർഷത്തെ അധ്യയനം അവസാനിപ്പിച്ച് മാർച്ച് 5-ന് പൊതുപരീക്ഷ തുടങ്ങുകയാണ്. ഫുൾ A+ നേടിയ ഒരു വിദ്യാലയമാണത്. ആ കുട്ടികളെ ആദരിക്കുന്നതിനുള്ള വേണ്ടി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു വർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഒരു സന്തോഷത്തോടുകൂടി കുട്ടികളുടെ ഒരു സന്തോഷത്തോടെ ഒരു ദിവസം നിലനിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ VHSE സംസ്ഥാന തലത്തിൽ നമുക്ക് 1ാം സ്ഥാനമായിരുന്നു. ഏറ്റവും കൂടുതൽ ഫുൾ A+ വിദ്യാലയം കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി പരീക്ഷയിലും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടുന്ന തരത്തിലേക്ക് 66-ലധികം ഫുൾ A+ നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി. SSLC പരീക്ഷയിൽ കഴിഞ്ഞ കുറേ വർഷമായി എല്ലാവരും പരീക്ഷ എഴുതുന്നു, 100% വിജയം നേടുന്നു. പരമാവധി കുട്ടികൾ ഫുൾ A+ നേടുകയാണ്. അപ്പോൾ ഇത് ഈ പൊതുവിദ്യാലയങ്ങളിലെയും കേരള സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് മാതൃകാപരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ പ്രവർത്തിക്കുന്നത്. ഈ വർഷവും ഏറ്റവും മികച്ച വിജയം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതനുസരിച്ച് ഇവിടെ കുട്ടികൾ മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഇവിടെ
ദൈവമാരാകട്ടെ ഇവരെല്ലാം അഭിനയിക്കുന്നു, സന്തോഷിക്കുന്നു. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഏറ്റവും അച്ചടക്കമുള്ള ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ്. നിശ്ചയദാർഢ്യമുള്ളതാണ് KS എഴുതിയത്. ഇപ്പോൾ IAS വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിന് മികച്ച വിജയം നേടും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരു പൂർവാധ്യാപകൻ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ സ്കൂളിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ SSLC ചെയർമാൻ പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ പ്രിൻസിപ്പാളുണ്ട്. അതുകൊണ്ട് चंद्रमुखी नीकिदे स्वागतांजलि పదము పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం నయన మధురమై నటన సదనమై నరనరాలలో నాదభరితమై నవజీవన రసమయ లాస్యం పదము పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வடிய கொற்ற
പൊയ്കയാടിയവൾ നീയാ. திருமகனே திருமகனே நீ ஒரு நாழிகை பாராய் வெண்ணிற புறவியில் வந்தவனே மேல்விழி மொழிகள் கேளாய் நெற்றி திங்களன் நிலவில் ஒற்றை பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா. அற்றை திங்களன் நிலவில் ஒற்றை பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா. ശ്രീമാൻ സന്തോഷ് അവരുടെ വിദ്യാഭ്യാസത്തിൽ സോദരൻ സ്കൂളിൽ വിളിച്ചിട്ട് ശ്രീജവാസ അതുപോലെ തന്നെ രാജ്യനായ ഈ നാടിൻ്റെ ഈ നവദശയുടെ വികസന നായകനായ പ്രതി പറയുന്നത് വിദ്യാഭ്യാസ ചാരിറ്റി ആണ് കോൺസിലർ നമ്മുടെ ഉൾപ്പെടെയുള്ള ഈ സ്കൂളിൽ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനപ്രതിയിലെ വിശിഷ്ട അതിഥികളായിട്ടുള്ള സേന ദേവനാരായണൻ അതുപോലെ സബ് ഇൻസ്പെക്ടർ അധ്യാപകരെ വളരെയേറെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. ഒരു ആനുവൽ ഉത്സവ പരിപാടിയിലൂടെ സോൾ സംഘം ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കിത് കാണാനും മനസ്സിൽ കേൾക്കാനും സമയമില്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം സന്തോഷിക്കുന്ന ഒരു വേദിയാണ് ഇപ്പോൾ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളുടെ ആനുവൽ ഡേ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ. ഇവിടെ കഴിഞ്ഞ വർഷം അവാർഡ് വാങ്ങിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ HSS അതുപോലെ തന്നെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയൊക്കെ വളരെ പഠിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നത ബന്ധപ്പെട്ട സ്കൂളാണ് ആറ്റിക്കൽ ബോയ്സ് ആറ്റിക്കൽ ഗേൾസും ഒക്കെ. അപ്പം ആ രീതിയിൽ നമുക്ക് ഈ നമ്മുടെ രാഷ്ട്രീയ പദ്ധതിയിൽ SSLCയുടെ പ്ലസ്2യുടെയും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും വിജയം 100% ആശംസിക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളം വിദ്യാഭ്യാസ മേഖല ഒത്തിരി മാറ്റം കരുതിക്കൊണ്ട് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായ പ്രിയപ്പെട്ട കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ജവാസാണ് വിട്ടുപോയത് മാത്രം ഞാൻ പറയാം. ഇവിടെ നമുക്ക് ഇതിലേക്ക് സുഹൃത്ത് കിട്ടുന്നതിന് ശേഷം ആകെ നമുക്ക് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ആയിരുന്നു നമുക്ക് സൗജന്യ വിദ്യാഭ്യാസമെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെന്റ് ബജറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കിലൂടെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഏക ഗവൺമെന്റായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ കുട്ടികളും സമഗ്ര വിദ്യാഭ്യാസം പറയുമ്പോൾ എല്ലാ കുട്ടികളും എല്ലാ വിഷയങ്ങളും തുല്യതയിൽ പഠിക്കുന്നതിനുള്ള സംവിധാനം ഒരു ഗവൺമെന്റ് ആറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ 10 വർഷങ്ങളിൽ 10 ലക്ഷം കുട്ടികൾ സംസ്ഥാനത്താകെ പൊതുവിദ്യാലയത്തിലുള്ള കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഞങ്ങളുടെ ദേവനാരായണൻ HSS പഠിച്ചിരുന്ന് KSS പരീക്ഷയിൽ 1ാം റാങ്ക് പാടി ഒരു കളക്ടറായി അഭിമാനം കളക്ടറായി നിങ്ങളാണ്
ഒരു ഗ്രാമമായി മാറ്റുവാൻ സാധിക്കുന്ന ദൈവനാരായണ ഉൾപ്പെടെ ഒക്കെ നിങ്ങൾക്ക് പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് അധ്യാപകർ അദ്ദേഹത്തെ ഇവിടെ വരികയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ 2 വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ നാട് മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിനാണ് അഭിമാനമായി നിൽക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ ഈ 3 മാസം കിടക്കെ ഈ ഗവൺമെന്റ് പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് അടുത്ത വർഷം പാഠപുസ്തകങ്ങൾ എത്തിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയമുള്ള മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലമാണ്. 50 കോടിയോളം രൂപ പൊതുവിദ്യാലയങ്ങൾക്ക് MLA ഫണ്ടും പൊതുവിദ്യാഭ്യാസ ഫണ്ടും ആസ്തിവികസന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 27 സ്കൂളുകൾ ഞങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരം എങ്ങനെയാണോ ആശിക്കുന്ന രീതിയിൽ സമഗ്രമായി ആ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള പള്ളിക്കൂടങ്ങളെ സജ്ജമാക്കുന്ന ഒരു ഏക കേരളവും അതുപോലെ തന്നെ ഒരു ഏക മണ്ഡലവുമായി കേരളം മാറിക്കൊണ്ടൊരു കാലഘട്ടത്തിലാണ്. തീർച്ചയായും വളരെ അഭിനന്ദനം. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ ചുക്കാൻ പിടിച്ച PTA അധ്യാപകരെയൊക്കെ ഈ അവസരത്തിൽ അനുഭവിച്ചുകൊണ്ട് 26-27 ഉത്സവിന്റെ അതുപോലെ തന്നെ ഈ വാർഷിക ആഘോഷം എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഒരു വാക്ക് എനിക്ക് പറയാൻ വിട്ടുപോയി. നമ്മുടെ SI ജിഷ്ണു സാറിനെ കുറിച്ചാണ്. വളരെ ഒരു പോലീസ് സ്റ്റേഷൻ എന്താണെന്നും ജനങ്ങൾക്ക് കയറി ചെല്ലുവാൻ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ജിഷ്ണു സാർ അയലത്ത് ഒരു കുട്ടി ആറ്റിലേക്ക് അവൻ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ആ രാത്രി സഞ്ചരിക്കുമ്പോൾ ആ ആറ്റിൽ ഈ കുട്ടി ചാടാൻ പോവുകയും മകനെ നീങ്ങി കയറുക നിന്റെ വിഷയങ്ങളെല്ലാം നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യയെ ബന്ധിരിച്ച ഒരു മാതൃക SI ആണ് നമ്മുടെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. വളരെയേറെ ആശംസയുള്ള അനുമോദനങ്ങളെ അവർക്ക് നൽകിയാണ്. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമുള്ള ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു. പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമനെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടാൻ സാധിച്ച ഈ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള വ്യക്തികളെയൊക്കെ എല്ലാവരും ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ഞാനും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ എൻ്റെ അവസാന പരിപാടിയാണ് ഈ ആറ്റിങ്ങൽ ഒരു MLA എന്നുള്ള നിലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് സ്കൂൾ അധ്യാപകരും ഈ നാട്ടിലെ എൻ്റെ പ്രിയമുള്ള നാട്ടുകാരുൾപ്പെടെ ഒക്കെയുള്ള പിന്തുണ ആ പിന്തുണയുള്ളത് കൊണ്ടുപോകാൻ മാത്രമാണ് 5 വർഷം ഈ നാട്ടിലാകെ 700 കോടി രൂപയുടെ വികസനം നടത്തുവാൻ സാധിച്ചിട്ടുള്ളതും ഒരു നിയമസഭ സാമാജികമായി ഈ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു വികസനത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു നിയമസഭ സാമാജികമായി ആ മണ്ഡലത്തെ പ്രചാരണം എത്തുവാൻ ഇവിടെ നാട്ടുകാരുടെ പിന്തുണ വളരെയേറെ സന്തോഷം. തീർച്ചയായും ഇനി ഒരു ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുവാൻ ഇനി ഒരു സ്ഥാനാർത്ഥിയായി ആരെങ്കിലും വന്നാൽ അവർക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വികസന പദ്ധതികൾ നാട്ടിൽ നടപ്പിലാക്കാൻ തൊഴിൽപ്രവർത്തനം കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും ഇവിടെ രാഷ്ട്രീയമല്ല, നമുക്ക് ആവശ്യം വികസനമാണ് നമ്മുടെ നാട്ടിലെ ലക്ഷ്യം. അത് നമ്മൾ മുദ്രാവാക്യം എടുത്തുകൊണ്ട് അവരെ വിജയിപ്പിച്ച് ആ തുടർന്നു വച്ചിരുന്ന വികസനം തുടർന്നു പോകുവാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചു കൊടുക്കുന്നു. ഇവർക്ക് വേണ്ടി നന്ദി. സന്തോഷം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുപോയ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള MLA ശ്രീമതി OS സന്തിക, ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ ശ്രീ ജവാദ് സാറ്, യോഗത്തിൽ പങ്കെടുക്കുന്ന വാർഡ് കൗൺസിലർ ശ്രീ കിരൺ PS, പ്രിൻസിപ്പൽ SI ശ്രീ വിഷ്ണു MS, നമുക്കെല്ലാം ആവേശവും അതുപോലെ തന്നെ നമുക്കെല്ലാം മാതൃകയാക്കാൻ കഴിയുന്ന ശ്രീ ദേവനാരായണ നേയത്ത് KS 1ാം റാങ്ക് ജേതാവ്, സീന ടീച്ചർ, അനിൽകുമാർ സാറ്, ശ്രീ രാജേഷ് P, ഡോക്ടർ സൗമ്യ L, ശ്രീ ബാബു രാജീവ് PM, ശ്രീ സുരേഷ് കുമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനീയരായിട്ടുള്ള അധ്യാപകരെ, ഈ വിദ്യാലയത്തിലെ രക്ഷകർത്തൃത്വം നിർവഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സ്കൂളിൻ്റെ
വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ജനറൽ സാറ് ആവശ്യപ്പെട്ടതുപോലെ നമുക്ക് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ആണ് സാർ ആവശ്യമായി ഉന്നയിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ MLA തന്നെ അനൗപചാരികമായി എന്നോട് ഈ വിഷയം സംസാരിച്ചു. തീർച്ചയായും നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള വിദ്യാലയങ്ങളിൽ ഒന്നാണ്. ഈ സ്കൂളിന് ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്കൂളിൻ്റെ മാത്രം ആവശ്യമല്ല, അത് ഈ നാടിൻ്റെ ആവശ്യമാണ്, അത് ഈ സംസ്ഥാനത്തിൻ്റെയും സർക്കാരിൻ്റെയും ആവശ്യമാണ്. കാരണം പല പരിപാടികളും ഈ സ്കൂൾ വെച്ചാണ് നടക്കുന്നത്. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ വിദ്യാലയത്തോട് കടപ്പെട്ടവനെന്നുള്ള നിലയിലും തീർച്ചയായും ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം സ്ഥാപിക്കുന്നതിന് എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇന്നലെ നഗരസഭ പാസാക്കിയ ബഡ്ജറ്റിൽ ഈ സ്കൂളിന് ഒരു പ്രവേശന കവാടം, ഈ സ്കൂളിൻ്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ തലയെടുപ്പ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവേശന കവാടം നിർമ്മിക്കാനുള്ള തീരുമാനം ഇന്നലെ ഞങ്ങൾ അംഗീകരിച്ച ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് വികസനങ്ങൾ നമുക്ക് ആവശ്യമാണ്. വികസനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ അധ്യാപകർക്ക് പഠിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും കഴിയൂ. അതിന് മുൻഗണന വിദ്യാഭ്യാസ മേഖലയോട് ഈ നഗരസഭ കാണിച്ചിട്ടുണ്ട്. ഇനിയും അത്തരമൊരു നിലപാടായിരിക്കും ഈ നഗരസഭ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ദേവനാരായണനെ പോലെയുള്ള മറ്റാൾ കൂടി ഈ സ്കൂളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ പോയാലും പ്രസംഗത്തിന് 1ാം പ്രൈസ് നേടിക്കൊണ്ട് വരുന്ന ഇല്ലേ? വൈഷ്ണവ് ഉണ്ടോ ഇവിടെ? ഉണ്ട്. വൈഷ്ണവിനെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചല്ലേ, ഞാൻ തന്നെ എത്ര അവാർഡും എത്ര സമ്മാനങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോഴും എവിടെ പോകാൻ ബുക്ക് ചെയ്ത് ശരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 2-3 ദിവസം മുമ്പ് അവിടെയും ഒരു പ്രസംഗ മത്സരം കഴിഞ്ഞപ്പോൾ വൈഷ്ണവായിരുന്നു 1ാം സ്ഥാനം. ഞാൻ വൈഷ്ണവിനോട് തമാശയ്ക്ക് ചോദിച്ചു, നീ മറ്റൊരു പിള്ളേർക്കും അവാർഡ് വാങ്ങിക്കാനുള്ള അവസരം കൊടുക്കൂലേ എന്ന് ചോദിച്ചു. തമാശയാണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ പൊന്നുമോന് ഇനിയും അങ്ങനെ ഒരു അവസരം ഉണ്ടാകണം. ദേവനാരായണനെ പോലെ വൈഷ്ണവിനെ പോലെ ഒക്കെ വലിയ ആളുകളായി സമൂഹത്തിൽ വലിയ ആളുകളായി വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നിരത്തി വച്ചിരിക്കുന്ന ഈ അവാർഡുകളുണ്ടല്ലോ, ഈ സമ്മാനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വളരെ അർഹതപ്പെട്ടതാണ്. അത് വാങ്ങുന്നത് കണ്ട് സന്തോഷിക്കാൻ നിങ്ങളുടെ രക്ഷകർത്താക്കൾ ഇവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന അധ്യാപകരോടുണ്ടാവും. നിങ്ങളുടെ വിജയത്തിൽ, നിങ്ങളുടെ ഉന്നതിയിൽ നിങ്ങളെ സ്നേഹിച്ചും ലാളിച്ചും അതുപോലെ തന്നെ മോഹിച്ചും വളർത്തുന്ന രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന അധ്യാപകർക്കും ജീവിതത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന, സന്തോഷിക്കാൻ കഴിയുന്ന അവസരം നിങ്ങളുടെ ഭാഗത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് കൗൺസിൽ വച്ചിരിക്കുകയാണ്. എനിക്ക് പോകേണ്ടതുണ്ട്. നിങ്ങളോടെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് അനുവാദം തരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
അധ്യക്ഷൻ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ സന്തോഷ് അവറുകൾ, സ്വാഗതം പ്രസംഗം നടത്തിയ ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ജവാദ് സാർ, ഈ മഹനീയ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ MLA ശ്രീ OS അംബിക, മുഖ്യാതിഥിയായി എത്തിയ ആറ്റിങ്ങൽ നഗരത്തിൻ്റെ പിതാവ് ശ്രീ M പ്രദീപ് അവറുകൾ, ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ പ്രിയങ്കരനായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ RS അനൂപ്, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയങ്കരനായ എൻ്റെ നാട്ടുകാരൻ കൂടിയായ ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ജിഷു സാർ അവറുകൾ, പ്രിയങ്കരനായ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദേവനാരായണൻ S, VHSCയുടെ പ്രിൻസിപ്പാൾ ശ്രീമതി ഹസീന, ഹെഡ് മാസ്റ്റർ ശ്രീ അനിൽകുമാർ, SMC ചെയർമാൻ ശ്രീ ആദേശ് P, PTA പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ സൗമ്യ, വൈസ് പ്രസിഡന്റ് ശ്രീ ബാബുരാജ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം. ഞാൻ ഈ വാർഡിൻ്റെ പ്രതിനിധിയായി കടന്നു വരുമ്പോൾ, അതിലുപരി നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ നിമിഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. കാരണം ഒരുപാട് വേദികൾ പങ്കിട്ടെങ്കിലും പഠിച്ച വിദ്യാലയത്തിൽ ഇങ്ങനൊരു മഹനീയമായ മുഹൂർത്തത്തിൽ ആശംസകൾ അറിയിക്കാൻ കിട്ടിയ ഒരു അവസരം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. വിദ്യാലയത്തിൽ തന്നെ ഇവിടെ ഒരു ജനപ്രതിയായി വന്ന് കയറാൻ സാധിച്ചതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. എനിക്ക് ഒരുപാടൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. എൻ്റെ കൊച്ചു മക്കളോടും എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളോടും അധ്യാപകരോടും അനധ്യാപകരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണണം. ഒന്നിനു വേണ്ടി അമിതമായി നമ്മൾ സ്വപ്നങ്ങൾ കാണണം. ഒരു മനസ്സിലൊരു തീരുമാനമെടുത്താൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താൽ വിജയം ഉറപ്പായും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിലെ ഈ വിജയമെന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ആറ്റിങ്ങലിന് ചരിത്രമുണ്ട്. വിദേശ ശക്തികൾക്കെതിരെ 1921 കലാപത്തിന് നേതൃത്വം കൊടുത്ത ആറ്റിങ്ങൽ പട്ടണത്തിലെ ഈ സ്കൂളിൽ ഒരുപാട് മഹാരഥന്മാർ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കാൻ അവസരം കിട്ടിയ നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ വിജയൻ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അച്ഛനമ്മമാരെക്കാട്ടും കൂടുതൽ അധികാരമുള്ള രക്ഷിതാക്കളല്ല അധ്യാപകരാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് നിയമങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അധ്യാപകർക്ക് എതിരായിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. കാരണം ഞാനൊക്കെ ഇവിടെ ഈ സ്കൂളിൽ നിന്നും ഒരുപാട് അടി കൊണ്ടും ഒരുപാട് കിഴുക്ക് കൊണ്ടും ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് എൻ്റെ വിജയത്തിലേക്ക് എനിക്ക് കടക്കുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപികമാർ ഇന്ന് ഈ വിദ്യാലയത്തിലുണ്ട്. അവരെയൊക്കെ എന്നെ ഒരുപാട് എന്നെയൊക്കെ വാരിപ്പറക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ അവരോടൊന്നും എനിക്ക് യാതൊരു പ്രശ്നമോ പരിഭവമോ ദേഷ്യമോ കൂടാതെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും അവരെയൊക്കെ പോയി സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചു വരണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. പ്രിയങ്കരനായ ചെയർമാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ വാർഡിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ ഈ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിനെക്കുറിച്ചും ഈ സ്കൂളിൻ്റെ സമഗ്ര വികസനത്തെക്കുറിച്ചും അവിടെ മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണത്തിൻ്റെ ബാക്കി പണികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നഗരസഭ ചെയർമാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ 5 വർഷം ഈ സ്കൂളിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ എന്നും നിങ്ങളോടൊപ്പം കാണും എന്ന് ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. ഇവിടെ ഇരിക്കുന്ന മൊമെൻറ്റുകൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇത് വാങ്ങാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കാൻ പിന്നോട്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളൊക്കെ
ഈ വിദ്യാലയത്തെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം മാത്രമേ തരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ രാവും പകലും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പരിപാടി തന്നെ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു അധ്യാപക സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർ നമ്മളെ സഹായിച്ചാൽ അത് നമ്മൾ നല്ലതിന് വേണ്ടിയാണെന്നുള്ള ചിന്ത മാത്രം മനസ്സിലെടുത്തുകൊണ്ട് അധ്യാപകരെയും അനധ്യാപകരെയും ഈ വിദ്യാലയത്തിലെ മുഴുവൻ പേരെയും ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന മൊമൻറ്റോകൾ, ഇതിൽ കൂടുതൽ മൊമൻറ്റോകൾ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സ്കൂളുകളിൽ 1ാം സ്ഥാനം കിട്ടുന്ന വിദ്യാലയം അത് ഞാൻ പഠിച്ച വിദ്യാലയമാണെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ വിദ്യാലയത്തിന് വേണ്ടിയുള്ള എന്ത് സമഗ്ര ആവശ്യങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഇവിടുത്തെ പ്രിൻസിപ്പാളിനോടും HMനോടും PTA പ്രസിഡന്റിനോടും അധ്യാപകരോടും അനധ്യാപകരോടും ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോടും രക്ഷിതാക്കളോടും മാധ്യമ സുഹൃത്തുക്കളോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോഡൽ HSൽ ഞാനൊരു ആദരവ് നൽകിയതിന് ആദ്യമേ തന്നെ ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ എൻ്റെ +1 +2 സമയത്ത് തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമുള്ളൊരു സ്കൂളായിരുന്നു ആറ്റിങ്ങൽ ബോയ്സ്. നമ്മുടെ ഈ പ്രദേശത്ത് ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, കിളിമാനൂർ സ്കൂളുകളായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ കാലത്തിൽ മുന്നിൽ നിന്നിരുന്നത്. ഞാൻ പഠിച്ചത് വെഞ്ഞാറമൂട് HSലാണ്. പിന്നെ ഉണ്ണിയിരിക്കുന്ന ദേവനാരായണനെ പോലുള്ള വിദ്യാർത്ഥികൾ ഇതേപോലുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് നിങ്ങളുടെ മുന്നിൽ ഇതേപോലുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരും പ്രയോജനമാണ്. ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നും നമ്മളെന്താണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ചെയ്യേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആറ്റിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂള് ഈ നമ്മുടെ നഗരപ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞ മാസം നമ്മുടെ ഇവിടുന്ന് 2 കുട്ടികളെ കാണാതായത് ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ അധ്യാപകരും ആ കാര്യത്തിൽ എത്രമാത്രം ഉത്കണ്ഠകരമായ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പൊതുവിൽ ഇത്തരത്തിലുള്ള ഇവിടെയുള്ള അധ്യാപക സമൂഹവും ഇവിടുത്തെ ജനപ്രതിനിധികളും മുഴുവൻ നമ്മുടെ ഈ സ്കൂളിലെ കാര്യങ്ങൾക്ക് മുൻനിരയിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏവർക്കും അഭിമാനകരമായൊരു കാര്യമാണ്. നിങ്ങൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആറ്റിങ്ങലിൽ ഇതെന്നൊരു നഗരമധ്യത്തിൽ ഇരിക്കുന്ന സ്കൂളാണ്. സ്വാഭാവികമായി നമ്മുടെ ബസ് സ്റ്റാൻഡും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുമുള്ളൊരു പ്രദേശം കൂടിയാണത്. നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും സ്കൂൾ വിട്ട് പോകുമ്പോഴും നിങ്ങളുമായിട്ട് കൂട്ടുകൂടുന്ന മുതിർന്ന കുട്ടികൾ അതുവരേണ്ട കൂട്ടുകെട്ടുകളും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. പല പല കാര്യങ്ങളിലും പല പല കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ പല പല തെറ്റായ കാര്യങ്ങളിലേക്കും പോകുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടെയാണെന്ന് എൻ്റെ ഒരു 1.5 വർഷത്തെ ഇവിടുത്തെ പ്രവർത്തന പരിചയം കൊണ്ട്
എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇവിടുത്തെ രക്ഷകർത്താക്കളും ഇവിടുത്തെ അധ്യാപക സമൂഹവും ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സ്കൂൾ വിട്ടിരുന്ന കുട്ടികളും സ്കൂളിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് സ്കൂളിലേക്ക് വരുന്ന സാഹചര്യങ്ങളിലും അവരെവിടെയായിരുന്നെന്നും കൃത്യമായ സ്കൂളിൽ വരുന്നുണ്ടോ എന്നും കൃത്യമായ സ്കൂൾ വിട്ട ശേഷം വീട്ടിലേക്ക് പോകുന്നുണ്ടുള്ള കാര്യം കൂടി ഇത്തരത്തിലുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളിൽ മികച്ച ഈ പൊതുവിദ്യാലയത്തിൽ എന്നെ കൂടി പങ്കെടുപ്പിച്ചതിൽ എൻ്റെ നഖമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ച സ്കൂൾ ഭാരവാഹികൾ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ, കൂടാതെ രക്ഷകർത്താക്കൾ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് കിളിമാനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പക്ഷേ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഭൂരിഭാഗം കുട്ടികളും ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് ആറ്റിങ്ങൽ സ്കൂളാണ്. ആറ്റിങ്ങൽ സ്കൂളിലേക്ക് കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പ്രക്രിയ. അപ്പോൾ ഞാനും 10ാം ക്ലാസ് കഴിഞ്ഞു. +1 നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ +1ലേക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എല്ലാവരും ആറ്റിങ്ങൽ കൊടുക്കാൻ പറഞ്ഞു. എനിക്കും ആറ്റിങ്ങൽ വരാനായിരുന്നു താല്പര്യം. കാരണം ആറ്റിങ്ങൽ പഠിച്ചാൽ +2 നല്ല മാർക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ നാട്ടിൽ അന്നും ഇന്നും ഉണ്ട്. പക്ഷേ എനിക്ക് ദൂരയാത്ര അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിക്കുന്നത് വീട്ടിൽ നിന്ന് 10 മിനിറ്റ് പോലും ഇല്ലാത്ത കിളിമാനൂർ സ്കൂളിലേക്ക് പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ബാക്കി സമയം കൂടി നമുക്ക് മറ്റ് കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാലോ എന്നുള്ളത് കൊണ്ട് മാത്രം HSലേക്ക് പോകുന്നു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുടെ സഹോദരങ്ങൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഇന്ന് നല്ല നിലയിൽ ഓരോരുത്തരായി എത്തി തുടങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ജവാദ് സാർ. ജവാദ് സാറ് ഞാൻ +1 HS പഠിക്കുമ്പോഴാണ് ജവാദ് സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. ജവാദ് സാറിൻ്റെ മുന്നിൽ അന്നും ഇന്നും നിൽക്കാൻ നല്ല പേടിയുണ്ട്. സ്കൂളിൽ +1 തുടങ്ങി ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ അദ്ദേഹം മലയാളം പഠിപ്പിക്കാനായിട്ട് വരുന്നു. അദ്ദേഹം തരുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്: എല്ലാവരും ബുക്കും പേനയും എടുക്കുക, ആരാണ് ഞാൻ എന്നൊരു ചോദ്യം തരുന്നു. ആരാണ് ഞാൻ, അതിനെക്കുറിച്ച് എഴുതുക. അപ്പോൾ ആരാണ് ഞാനെന്ന് പറയുമ്പോൾ വളരെ വലിയ ഡെഫിനിഷനാണ്. അത് ഒരു 1, 2, 3, 10, 20 പുസ്തകങ്ങൾ എഴുതിയാൽ പോലും കഴിയില്ല. ഞാനെന്ന വാക്കിന് അത് വളരെ വലിയ അർത്ഥമുള്ളൊരു വാക്കാണ്. അന്ന് ഞങ്ങളൊരു 10, 60, 65 പേരിരിക്കുന്ന ക്ലാസ് റൂമാണെന്ന് തോന്നുന്നു. എഴുതി ഞാൻ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അതിനെനിക്ക് നല്ലത് പറഞ്ഞു, നന്നായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹവുമായി ആദ്യമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ പറ്റുന്നത്. അതിനുശേഷം ഒരു ഇൻസിഡൻറ്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂളിൽ ഇന്നിപ്പോൾ ടെക്സ്റ്റ് മാറി. അന്നത്തെ ടെക്സ്റ്റിൽ ക്ലാസ് എടുത്ത സമയത്ത് ഷോളയാർ കാടുകളുമായി ബന്ധപ്പെട്ടൊരു പാഠഭാഗം, ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഷോളയാർ എന്നൊരു വാക്ക് വരും. അപ്പോൾ കുട്ടികൾക്ക് അറിയാമോ എന്ന് എനിക്ക് ഉറപ്പില്ല. റൺവേ എന്ന് പറയുന്ന സിനിമയിൽ വാളയാർ പരമശിവം എന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഈ ഷോളയാർ എന്ന വാക്ക് കേട്ടപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരുന്ന സുഹൃത്ത്, ഇന്നവൻ ഡോക്ടറാണ്, അന്ന് അവൻ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോളയാർ എന്ന വാക്ക് കേട്ടപ്പോൾ ഇവൻ പറഞ്ഞു ഷോളയാർ പരമശിവം. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല. ഞാനങ്ങ് ചിരിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പോൾ ജവാദ് സാർ അത് കണ്ടു. ജവാദ് സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ജവാദ് സാർ പറഞ്ഞു എഴുന്നേക്ക്. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, എൻ്റെ കാര്യം കഴിഞ്ഞു. ഞാൻ പതുക്കെ പുസ്തകം ബാഗിലേക്ക് കയറ്റി. കാരണം ഇറങ്ങി പോകാനായിരിക്കുമല്ലോ പറയുന്നത്.
പക്ഷെ അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് ഒന്നിങ്ങനെ നോക്കിയതിന് ശേഷം ഇരിക്കാൻ പറഞ്ഞു. അതാണ് അദ്ദേഹമായിട്ടുള്ള രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ അന്ന് തൊട്ട് ആ 2017-18 കാലഘട്ടം തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തെ ഒരു പേടി കൂടി മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്, സത്യം ഇപ്പോഴും പേടിയാണ്. പക്ഷേ ഇന്ന് ഇവിടെ കയറി വന്ന് ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഷേക്ക് ഹാൻഡ് തന്നിട്ട് എൻ്റെ തോളിലൊന്ന് കൈവച്ചു. ഈ ഒരു 7-8 വർഷത്തെ പേടി ഒന്ന് അലിഞ്ഞു തുടങ്ങിയ മൊമെൻ്റായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റി, അത് എനിക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തു തന്നു. അപ്പോൾ ഇന്ന് ഇതിനേക്കാൾ സന്തോഷമായൊരു നിമിഷം എൻ്റെ ജീവിതത്തിലില്ല. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥന പാടിയ കുട്ടി ഇവിടെ ഇരിപ്പുണ്ടോ? അതോ പോയോ? പോയെന്ന് തോന്നുന്നു. മോളെ അസാധ്യമായ പാട്ടായിരുന്നു സത്യം. അത് കേട്ടിരിക്കാൻ തോന്നിപ്പോയി. അതിൽ ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചു. ആ പറഞ്ഞ ഓരോ വാക്കും ഓരോ ടോണും ഓരോ രീതിയും സൂപ്പർ. ഈ ഒരു കഴിവ് ഉയർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡാൻസ് ടീം എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾ ഡാൻസ് ചെയ്തത്. ഓരോ കുട്ടിയുടെ മുഖത്ത് നോക്കി ആരാണ് ഏറ്റവും മികച്ച നർത്തകി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓരോ പാട്ടിൻ്റെ വേരിയേഷൻ മാറുന്നതിനനുസരിച്ച് അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവവ്യത്യാസം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അസാധ്യമായ പെർഫോമൻസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇന്നൊരു സബ് ഇൻസ്പെക്ടറോടൊപ്പം ഇവിടെ ഇരിക്കാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു സബ് ഇൻസ്പെക്ടർ ഇത്രയും അടുത്ത് കാണുന്നത്. ഒരു സെൽഫി എടുക്കാൻ പറ്റി. ഒരു കൗൺസിലറുമായി സംസാരിക്കാൻ പറ്റി. ഞാൻ ഗ്രാമപഞ്ചായത്താണ്, ഞങ്ങൾക്ക് മെമ്പറാണ്. മുനിസിപ്പാലിറ്റി ആണല്ലോ കൗൺസിലർ. അപ്പോൾ അതൊരനുഭവം. പിന്നെ ആറ്റിങ്ങൽ സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ച, എന്നോട് ഇവിടെ സംസാരിച്ച, ഇവിടെ സ്വീകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. രക്ഷകർത്താക്കൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെയൊക്കെ മക്കൾ +2 കഴിഞ്ഞ് എൻട്രൻസ് പരിശീലനമാണെന്നൊക്കെ അറിയാൻ സാധിച്ചു. അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങളെത്തി. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ നൽകിയതിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആറ്റിങ്ങൽ സ്കൂൾ ആൻഡ് ദി അതോറിറ്റീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ പ്രദീപ്, വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയ നമ്മുടെ ശ്രീ ദേവനാരായണൻ, പ്രിൻസിപ്പൽ SI ജിഷ്ണു, വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്നതാണ്. കാരണം പല പ്രാവശ്യം മാറ്റിവെച്ച് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കേണ്ടി വന്നു. ഇനി ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ചില കാര്യങ്ങളും കൂടി നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നമുക്ക് സഹായം ചെയ്ത മഹത് വ്യക്തികളുണ്ട്. PTA മെമ്പർമാരുണ്ട്, SMC MPTA മെമ്പർമാരുണ്ട്. ഈ നാട്ടിലെ വിശിഷ്ടാതിഥികളായ നമ്മുടെ അമി ഫാർമ അനിൽ, നമ്മുടെ വിശ്വാസ് മെഡിക്കൽസിൻ്റെ ഉടമ, ഒപ്പം നമ്മുടെ ആറ്റിങ്ങൽ SN പെട്രോൾ പമ്പ് നടത്തുന്നയാൾ, പിന്നെ നമ്മളെ PTA മെമ്പർ വിശ്വദാസ്, ഇങ്ങനെ ഒട്ടനവധി പേരുടെ പരിശ്രമ ഫലമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇതുപോലെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന് ഒപ്പം ആറ്റിങ്ങലിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ശ്രീ അമ്പാടി, ശ്രീ സാനു സാർ, അവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹായം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ നേരുകയാണ്. ഒപ്പം ഇതിനോടൊപ്പം നിന്ന എല്ലാ PTA, SMC, MPTA അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, ഇവിടെ ഒരു വെൽക്കം ഡാൻസ് അറേഞ്ച് ചെയ്ത കിരൺ സാർ എന്നിവർക്കുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളോടും ഈ പരിപാടി നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും കൂടുതൽ മികവുകൾ ഇനി ഭാവി ജീവിതത്തിലും കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനിയും ഉയരങ്ങളിലെത്താൻ നമ്മുടെ വിജേതാക്കൾക്ക് കഴിയണം. അതുപോലെ ഇനി വരുന്ന ഇവിടെ ഇരുന്ന് പ്രേക്ഷകരായിട്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിലെ മികച്ച നേട്ടങ്ങൾ കൊയ്യാനും നമ്മുടെ ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിൻ്റെ ഗരിമയും പ്രൗഢിയുമൊക്കെ ഉയരങ്ങളിലെത്തിക്കാനുമൊക്കെ കഴിയണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാവർക്കും കൈവരിക്കട്ടെ. ഭാവിയിലെ നമ്മുടെ വിജയികളായി വിജയതിലകം കൊയ്യുന്നവരായി നമ്മുടെ മക്കളൊക്കെ മാറട്ടെ. എവിടെ ചെന്നാലും, ഏത് മേഖലയിൽ ചെന്നാലും, ഏത് നാട്ടിൽ ചെന്നാലും അഭിമാനത്തോടു കൂടി തന്നെ നല്ല വ്യക്തികളായും നല്ല പ്രവർത്തകരായിട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ഒരു ഇന്നത്തെ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഈ ഫംഗ്ഷന് എല്ലാവിധ മംഗളാശംസകളും പങ്കെടുത്തവർക്കും ദൂരെ ഇരുന്നു കൊണ്ടുമൊക്കെ ഇതിലേക്ക് പങ്കാളികളായവർക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങൾ. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്ത OS അംബിക MLA, വൈസ് ചെയർമാൻ M പ്രദീപ് അവർകൾ, പ്രിൻസിപ്പൽ ജവാദ് സാർ, ഹസീന ടീച്ചർ, PTA, SMC, മദർ PTA അംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ അക്കാദമിക വർഷത്തെ ഏറ്റവും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ താമസിച്ചാണെങ്കിലും കുറച്ച് താമസങ്ങൾ നേരിട്ടുവെങ്കിലും കുട്ടികൾ ഒരുവിധമെല്ലാം എത്തിച്ചേർന്ന് ഈ അവാർഡുകൾ ഏറ്റുവാങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും പ്രചോദനമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് KSൽ 1ാം റാങ്ക് നേടിയ ദേവനാരായണൻ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇനിയുള്ള തലമുറയ്ക്ക് പ്രചോദനമാകും. അപ്പം അത്തരത്തിൽ നല്ല ഒരു സമൂഹത്തെ, നല്ല ഒരു ഭാവി എല്ലാവർക്കും ഉണ്ടാകുന്ന തരത്തിൽ എല്ലാവരും നല്ല രീതിയിൽ അക്കാദമിക കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് കോട്ടം വരാത്ത രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന വാർഷികത്തിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ആനുവൽ അൻമെറിറ്റ് ഡേയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ്, ഉദ്ഘാടനം നടത്തി ഇവിടെ നിന്ന് പോയിട്ടുള്ള പ്രിയങ്കരിയായ MLA,
അതുപോലെ തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കലാലയ ജീവിതത്തിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള ചടങ്ങുകളിലൊന്നാണ് ആനുവൽ ഡേ. കുട്ടികളുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതുവരെ അവരുടെ കരിയറിൽ നേടിയിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റുകൾക്കുള്ള അംഗീകാരം കൂടിയാണ് നമ്മളിവിടെ ഉത്സവം എന്ന ഈ പരിപാടിയുടെ സംഘടിപ്പിച്ച് അവർക്ക് നൽകിയത്. ഇതിൽ അവാർഡ് നേടിയിട്ടുള്ളവരും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി വൻ വിജയമാക്കാൻ സഹകരിച്ച എല്ലാ അധ്യാപക, വിദ്യാർത്ഥി, PTA, SMC, MPTA തുടങ്ങിയ എല്ലാ പേർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ എത്തിയ എല്ലാ മക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം എല്ലാ ഐശ്വര്യങ്ങളും നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. രാവിലെ തന്നെ നമ്മൾ സത്യത്തിൽ ഈ പ്രോഗ്രാം 25-ാം തീയതി നമ്മൾ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ADGPക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്ന ഒരു പരിപാടി നമുക്ക് പിന്നീട് പരീക്ഷയുടെ ഒക്കെ മാറ്റം കാരണം നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഏതായാലും നമുക്ക് ഇത്രയും കുട്ടികൾക്ക് മികച്ച വിദ്യാലയം എന്ന ഖ്യാതി, അതായത് സംസ്ഥാനത്തിന് തന്നെ പേരുകേട്ട വിദ്യാലയങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ശാസ്ത്രതലത്തിലും കലാകായിക മത്സരങ്ങളിലും അതുപോലെ തന്നെ പഠന വിഷയങ്ങളിലുമൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ഈ സ്കൂള് എന്നും ഇനിയും മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി ശബ്ദമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അവരെ എല്ലാവരുടെയും പേരറിയില്ല, അവർക്കും ഒക്കെ തന്നെ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഈ വേദി തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിൽക്കുന്ന LED ഡിസ്പ്ലേ ഉള്ള ഈ വേദി തന്നെ ഞാൻ ഉൾപ്പെടുന്ന അധ്യാപകൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും പ്രൗഢഗംഭീരമായ വേദിയിൽ നിൽക്കുന്നത്. അപ്പം അതിന് ഈ വേദി ഒരുക്കിയ PTA പ്രത്യേകം അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളായി നമ്മൾ ക്ഷണിച്ചു വന്ന അവരൊക്കെയും നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. ജിഷ്ണു എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയും ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമാണ്. എന്തായാലും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു വേദി ഒരുക്കി തന്ന അധ്യാപകരുൾപ്പെടുന്ന, PTA ഉൾപ്പെടുന്ന അവർക്കെല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായി നന്ദി പറയലാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അധികം നീട്ടുന്നില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ സന്തോഷ് PTA പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ജവാദ് പ്രിൻസിപ്പൽ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ശ്രീമതി OS അംബിക അവറുകൾ, മുഖ്യ അതിഥിയായി എത്തിയ ശ്രീ പ്രദീപം, ചെയർപേഴ്സൺ മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ, അതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നഗരസഭ കിരൺ PS, ജിഷ്ണു M, SI ആറ്റിങ്ങൽ, ശ്രീ ദേവനാരായണൻ KS 1ാം റാങ്ക് നേടിയ വ്യക്തി, അതുപോലെ തന്നെ ശ്രീമതി ഹസീന ടീച്ചർ പ്രിൻസിപ്പൽ VHSC, അനിൽകുമാർ സർ ഹെഡ് മാസ്റ്റർ, ശ്രീ ആദേശ് P SMC ചെയർമാൻ, അതുപോലെ ഡോക്ടർ സൗമ്യ L MPTA പ്രസിഡൻറ്റ്, ശ്രീ ബാബു രാജീവ് വൈസ് പ്രസിഡൻറ്റ് PTA എന്നിവർക്കെല്ലാം നമ്മുടെ ഈ സ്കൂളിൻ്റെ പേരിലും ഈ പ്രോഗ്രാമിൻ്റെ പേരിലും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കൾക്കും എൻ്റെ നമസ്കാരം. നല്ലൊരു പരിപാടിയാണ് ഞാനിന്നിവിടെ കണ്ടത്. നേരത്തെ വരേണ്ടതായിരുന്നു, താമസിൽ ഖേദിക്കുന്നു. ഞങ്ങൾക്ക് കൗൺസിലുള്ളതുകൊണ്ടാണ് വരാൻ താമസിച്ചു പോയത്. ഇനിയും ഇതുപോലെ നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ മക്കൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. പിന്നെ ഒരു അധ്യയന വർഷം കൂടി കഴിയുകയാണ്. ഇവിടെ എല്ലാവരും പരീക്ഷാ ചൂടിലും ടെൻഷനിലുമൊക്കെയാണ്. വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും ഞാൻ ആശംസകൾ നേരുന്നു. വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നില്ല.
മറ്റ് PTA ഭാരവാഹികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ, രാവിലെ തന്നെ പങ്കെടുക്കണമെന്ന് ഇവിടെ നിന്ന് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കൗൺസിലുണ്ടായിരുന്നതുകൊണ്ടാണ് വരാൻ വൈകിയത്. ഈ ആനുവൽ ഡേയിൽ വിളിച്ചതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകൾ നടന്ന് നിങ്ങളെ സന്തോഷം പങ്കുവയ്ക്കട്ടെ. ഈ എല്ലാവിധ ആശംസകളും ഇപ്പം ലഞ്ച് ബ്രേക്കിന് സമയമായി. ഞങ്ങൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. എൻ്റെ പേര് ശോഭനകുമാരി. ഞാൻ അവനവഞ്ചേരി 8ാം വാർഡിലെ കൗൺസിലറാണ്. ഇവിടെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രാവിലെ കൗൺസിലും ലേലവും എല്ലാം ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇവിടെ നടന്ന നല്ലൊരു പരിപാടി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വന്നപ്പോൾ കണ്ട പരിപാടി ഏറെ ഗംഭീരമായിരുന്നു. അവതരിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ ആശംസകളും അവർക്ക് ഇനിയും മുന്നിൽ വലിയ വലിയ പരിപാടികൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി മല്ലിക, വാർഡ് 14 കൗൺസിലറാണ്. ഇവരെല്ലാം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ 32 വാർഡുകളിൽ നിന്ന് വിജയിച്ചവരാണ്. എല്ലാവരും എത്തിയിട്ടില്ല. നമ്മുടെ 4 മണിക്ക് മുൻപ് തന്നെ നമ്മുടെ എല്ലാ കൗൺസിലർമാരും നമ്മോടൊപ്പം വന്ന് ആശംസകൾ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ കൗൺസിലർമാർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കൗൺസിലും ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാർഷിക ആശംസകൾ. ആറ്റിങ്ങൽ നഗരസഭയുടെ 22ാം വാർഡിലെ കൗൺസിലറായ എനിക്ക് ഇന്നിവിടെ ഈ അവസരം ഒരുക്കി തന്ന അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും കുട്ടികൾക്കും 1000 നന്ദി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്കിങ്ങനൊരു അവസരം കിട്ടിയതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലുപരി എൻ്റെ 2 മക്കൾ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വാർഷിക ആശംസകൾ. ഇവിടെ ആശംസ പറയാൻ ഒരവസരം തന്നതിന് ആദ്യം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുലഭമായ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമാണ് സ്കൂൾ ജീവിതം. നമുക്ക് നിരവധി സുഹൃത്തുക്കൾ, അടിച്ചുപൊളി ലൈഫ്, ഇതൊന്നും തിരിച്ചു കിട്ടൂല. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മുടെയൊക്കെ സ്കൂൾ ജീവിതം, നമ്മുടെ യുവജനോത്സവങ്ങളും മറ്റുമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അടിച്ചു പൊളിക്കുക, നിങ്ങളുടെ എല്ലാം സമയവും ഊർജവും നന്നായിട്ട് വിനിയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നമസ്കാരം.